നമസ്കാരം. UGC നെറ്റ് ടോപ്പിക്ക് ജ്യോതിഷം. കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ജ്യോതിഷവാങ്മയം. സൂര്യാദീനാം ഗ്രഹാണാം അശ്വിന്യാദീനാം നക്ഷത്രാണാം ധൂമകേത്വാദി ജ്യോതിഃ പദാർത്ഥാനാം സ്വരൂപം സഞ്ചാരഃ പരിഭ്രമണകാലഃ ഗ്രഹണം സ്ഥിതിഃ ഇത്യാദയഃ വിഷയാः ഗണിതഫലിതരൂപേണ യസ്മിൻ ശാസ്ത്രേ നിരൂപ്യന്തെ തച്ഛാസ്ത്രം ജ്യോതിഷമിതി. ജ്യോതിഷം നാമ വേദാംഗശാസ്ത്രവിശേഷോപി. ജ്യോതിഷശാസ്ത്രസ്യ പ്രയോജനം വൈശിഷ്ട്യം ച. ഇപ്പോൾ സൂര്യൻ മുതലായിട്ടുള്ള ഗ്രഹങ്ങളുടെ, അതുപോലെ അശ്വതി തുടങ്ങിയ നക്ഷത്രങ്ങളുടെ, ധൂമകേതു തുടങ്ങിയ ജ്യോതി പദാർത്ഥങ്ങളുടെ സ്വരൂപം, സഞ്ചാരം, പരിഭ്രമണകാലം, ഗ്രഹണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജ്യോതിഷത്തിൽ വിഷയമായിട്ടിരിക്കുന്നത്. ജ്യോതിഷം വേദാംഗമാണ്. ഇനി ജ്യോതിഷത്തിൻ്റെ പ്രയോജനവും വൈശിഷ്ട്യവും എന്താണ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ജ്യോതിഷം വേദാംഗമാണ് എന്ന് പറഞ്ഞു. വേദപുരുഷൻ്റെ ചക്ഷുസായിട്ടാണ് ജ്യോതിഷത്തിനെ പറയുന്നത്. അത് പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം നമുക്കറിയാം. ഛന്ദഃ പാദൗ തു വേദസ്യ ഹസ്തൗ കൽപ്പോത്ഥ കഥ്യത്തെ ജ്യോതിഷാമയനം ചക്ഷുർനിരുക്തം ശ്രോത്രമുച്യത്തെ ശിക്ഷാഘ്രാണം തു വേദസ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാൽ സാംഗമധീത്യൈവ ബ്രഹ്മലോകേ മഹീയത്തെ. അപ്പോൾ ഇതുപോലെ തന്നെ 6 വേദാംഗങ്ങളെ പറയുന്ന ശ്ലോകങ്ങൾ പ്രശ്നമാർഗത്തിലുമുണ്ട്. അവയാണ് ജ്യോതി കൽപ്പം നിരുക്തം ച ശിക്ഷാ വ്യാകരണം തഥാ ഛന്ദോ വിജിതിരേതാനി ഷഡംഗാനി വിദുഃ ശ്രുതേഹി. അതുപോലെ പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നു. ഛന്ദഃ പാദൗ ശബ്ദശാസ്ത്രം ച വക്ത്രം കൽപ്പഃ പാണി ജ്യോതിഷം ചക്ഷുഷീ ച ശിക്ഷാഘ്രാണം ശ്രോത്രമുക്തം നിരുക്തം വേദസ്യ അംഗാന്യേവ മാഹുർമുനീന്ദ്രാഹ. അപ്പോൾ വേദപുരുഷൻ്റെ ചക്ഷുസാണ് ജ്യോതിഷം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചക്ഷുസ്സില്ലാതെ ഒരാൾ, കണ്ണില്ലാതെ ഒരാൾ എങ്ങനെയാണോ അപൂർണനാകുന്നത്, അതുപോലെ തന്നെയാണ് ജ്യോതിഷശാസ്ത്രമില്ലെങ്കിൽ അപൂർണമാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഇവിടെ പ്രശ്നമാർഗത്തിൽ. വേദസ്യ ചക്ഷു കില ശാസ്ത്രമേതത് പ്രധാനതാംഗേഷു തതോസ്യ യുക്ത അംഗൈർയതോന്യൈരപി പൂർണ്ണമൂർത്തിശ്ചക്ഷുർവിനാ കഃ പുരുഷത്വമേതി എന്നിങ്ങനെ. വൈദികകാലാത് പ്രവർദ്ധിതഃ അയം ജ്യോതിശാസ്ത്രപരിസരഃ ഭൂതവർത്തമാന ഭവിഷ്യജ്ഞാപകഃ ഭാഗ്യനിർണായകഃ ഹോരാസിദ്ധാന്തസംഹിതാദിസ്കന്ധത്രയേഷു വിഭക്തോ ഭവതി. യഥാ വാ കേഷാഞ്ചന്മതാനുസാരേണ അസ്യ പഞ്ചസ്കന്ധാഃ പഞ്ചാംഗാനി വാ സംഭവന്തി യേ പഞ്ചാംഗനാംനാ വ്യപദിഷ്ടാഃ സന്തി യഥാ ഹോരാ സിദ്ധാന്തഃ സംഹിത പ്രശ്നഃ ശകുനം ചേതി. അപ്പോൾ ഈ ജ്യോതിഷത്തിനെ 3 സ്കന്ധങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഹോരാസ്കന്ധം, സിദ്ധാന്തസ്കന്ധം, സംഹിതാസ്കന്ധം എന്നിങ്ങനെ. ജ്യോതിശാസ്ത്രാധ്യയനാത് ഗ്രഹനക്ഷത്രതാരാദീനാം സമ്യക് തഥ്യമുപലഭ്യത്തെ ഗ്രഹാണാം ഗതിഃ സ്ഥിതിഃ അയനാംശഃ ഇത്യാദി ഗാണിതിക വിഷയാः ശുഭാശുഭസമയനിർണയः മുഹൂർത്തനിർണയः ഫലജ്ഞാനഞ്ച ഇത്യാദി വിഷയാः ജ്യോതിശാസ്ത്രാന്തർഭൂതാः. മാനവജീവനസ്യ സുഖദുഃഖ ഇഷ്ട അനിഷ്ട ഉന്നത്യവനതി ഭാഗ്യോദയാദി ശുഭാശുഭവർണ്ണനമപി ജ്യോതിശാസ്ത്രസ്യ മഹത്വം പ്രതിപാദയതി. അപ്പോൾ വിശ്വസ്യ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. വിശ്വസ്യ സർവേഷാം ജനാനാം കൃതേ ശാസ്ത്രമിദം മഹദുപകാരകം. കൃഷകാः നൗവാഹകാः ഭൗഗോളികാः അന്വേഷകാः ഐതിഹാസികാः വൈജ്ഞാനികാः ആയുർവേദവിദः ഇത്യാദീനാം സർവേഷാം കൃതേ ശാസ്ത്രമിദം പ്രത്യക്ഷേണ പരോക്ഷേണ വാ ദീപവത് സകലരഹസ്യമുദ്ഘാടയതി. അതായത് ഒരു കർഷകനായിക്കോട്ടെ, എപ്പോഴാണ് നല്ല മഴ ലഭിക്കുന്ന സമയം എന്ന് മനസ്സിലാക്കി കൃഷി ചെയ്യാൻ, അപ്പോൾ ഒരു കർഷകനാകട്ടെ അല്ലെങ്കിൽ ഒരു ആയുർവേദജ്ഞനാകട്ടെ, എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേദാംഗ ജ്യോതിഷത്തിൻ്റെ തുടക്കം തന്നെ ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടൊരു ശ്ലോകമുണ്ട്. യഥാ ശിഖാമയൂരാണാം നാഗാനാം മണയോ യഥാ തദ്വദ് വേദാംഗശാസ്ത്രാണാം ജ്യോതിഷം മൂർധനി സ്ഥിതം എന്ന് പറയുന്നു.
അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ ജ്യോതിശാസ്ത്രത്തിൻ്റെ മഹത്വത്തെ പറഞ്ഞിട്ടുണ്ട്. ആചാര്യ ഗർഗമതാനുസാരം ജ്യോതിശ്ചക്രേ തു ലോകസ്യ സർവസ്യോക്തം ശുഭാശുഭം ജ്യോതിർജ്ഞാനം തു യോ വേദ സയാതി പരമം ഗതിം എന്ന് പറയുന്നു. അതുപോലെ പ്രശ്നമാർഗകർത്താവ് പറയുന്നു, ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് ധർമാർത്ഥ കാമ മോക്ഷങ്ങളായിട്ടുള്ള 4 പുരുഷാർത്ഥങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു. അധ്യേതവ്യം ബ്രാഹ്മണൈരേവ തസ്മാത് ജ്യോതിശാസ്ത്രം പുണ്യമേതദ് രഹസ്യം ഏതദ് ബുദ്ധ്വാ സമ്യഗാപ്നോതി യസ്മാദർത്ഥധർമ്മ മോക്ഷമഗ്ര്യം യശശ്ച എന്ന് പറയുന്നു. അതുപോലെ ഈ ശാസ്ത്രം പ്രത്യക്ഷമായിട്ടുള്ള ശാസ്ത്രമാണ് എന്ന് ജ്യോതിസ്തത്വപ്രകാശം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അതായത് മറ്റു ശാസ്ത്രങ്ങളൊക്കെ കാണാത്ത വസ്തുവിനെയൊക്കെ പരോക്ഷമായിട്ടുള്ളതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ ജ്യോതിഷത്തിൽ പ്രത്യക്ഷമായിട്ടുള്ള നമ്മൾ ദിവസേന കാണുന്നതായിട്ടുള്ള സൂര്യചന്ദ്രന്മാരെ വെച്ചിട്ട് അവരെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്. അപ്പോൾ ഇത് പ്രത്യക്ഷ ശാസ്ത്രമാണ് എന്ന് പറയുന്നു. അപ്രത്യക്ഷാണി ശാസ്ത്രാണി വിവാദസ്തത്ര കേവലം പ്രത്യക്ഷം ജ്യോതിഷം ശാസ്ത്രം ചന്ദ്രാർക്കൗ യത്ര സാക്ഷിണൗ എന്ന്. അപ്പോൾ ഈ ജ്യോതിശാസ്ത്രം 3 സ്കന്ധങ്ങളോട് കൂടിയതാണെന്ന് പറഞ്ഞു. പ്രശ്നമാർഗത്തിൽ പറയുന്നു, സ്കന്ധത്രയാത്മകം ജ്യോതിശാസ്ത്രമേതത് ഷഡംഗവത് ഗണിതം സംഹിത ഹോരാചേതി സ്കന്ധത്രയം മത. അതായത് ഈ 3 സ്കന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇനി പറയുന്നു 6 അംഗങ്ങളുണ്ട് എന്ന്. ഏതൊക്കെയാണ് 6 അംഗങ്ങൾ? ജാതക, ഗോള, നിമിത്ത, പ്രശ്ന, മുഹൂർത്താഖ്യ, ഗണിതനാമാനി അഭിദധതീഹ ഷഡംഗാന്യാചാര്യ ജ്യോതിഷേ മഹാശാസ്ത്രേ. പ്രശ്നമാർഗത്തിൽ പറയുകയാണ് ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം എന്നിങ്ങനെ 6 അംഗങ്ങളുണ്ട് ജ്യോതിശാസ്ത്രത്തിനെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രശ്നമാർഗത്തിൽ തന്നെ പറയുന്നു, ഈ 6 അംഗങ്ങളെയും ഈ 3 സ്കന്ധങ്ങളിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. 3 സ്കന്ധങ്ങളെ പിന്നെയും വിഭജിക്കുന്നതാണ് ഈ 6 അംഗങ്ങളായിട്ട്. അപ്പോൾ തത്രാപി 3 സ്കന്ധേഷു ഏതേഷാം ഷഡംഗാനാം വിഭാഗ സ്കന്ധത്രയേഷു കൃതം. എങ്ങനെയാണ് ഈ 6 അംഗങ്ങളെ 3 സ്കന്ധങ്ങളിൽ ഏതൊക്കെ അംഗങ്ങളാണ് ഏതൊക്കെ സ്കന്ധങ്ങളിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, ഗോളോ ഗണിതഞ്ചേതി ദ്വിതയം ഖലു ഗണിതസംഹിതേ സ്കന്ധേ ഹോരാസംഹിതയോരപി നിമിത്തമന്യത്ര യച്ച ഹോരാഖ്യേ. അതായത് അർത്ഥാത് ഗോളഗണിതാംഗയോർ അന്തർഭാവ ഗണിതേവ സിദ്ധാന്തസ്കന്ധേ ഭവതി. അതായത് ഗോളം, ഗണിതം എന്ന 2 അംഗങ്ങൾ പറഞ്ഞു. ഈ ഗോളം, ഗണിതം ഇവ ഗണിതസ്കന്ധത്തിൽ, ഗണിതസ്കന്ധം എന്ന് പറഞ്ഞാൽ സിദ്ധാന്തസ്കന്ധത്തിനെ പറയുന്നതാണ് ഗണിതസ്കന്ധം. ഗണിതം, സംഹിത, ഹോര എന്നിങ്ങനെ 3 സ്കന്ധങ്ങളാണ് പറഞ്ഞത്. ഈ ഗണിതസ്കന്ധം തന്നെയാണ് സിദ്ധാന്തസ്കന്ധം എന്നറിയപ്പെടുന്നത്. ഈ ഗണിതസ്കന്ധത്തിൽ ഗോളം, ഗണിതം ഇവയെ ഉൾപ്പെടുത്താം. ഇനി ജാതക, പ്രശ്ന, മുഹൂർത്ത ഭാഗാഹ ഹോരാസ്കന്ധേ അന്തർഭവതി. ജാതകം, പ്രശ്നം, മുഹൂർത്തം ഈ 3 എണ്ണത്തിനെയും ഹോരാസ്കന്ധത്തിൽ അന്തർഭവിപ്പിക്കാം. ഇനി ഏതാണുള്ളത്? ജാതകം കഴിഞ്ഞു, ഗോളം കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു, മുഹൂർത്തം കഴിഞ്ഞു, ഗണിതം കഴിഞ്ഞു. അപ്പോൾ ഇനി നിമിത്തമാണുള്ളത് അല്ലേ. അന്തിമാംഗത്വേന നിമിത്ത സംഹിതാസ്കന്ധേ ഗണ്യത. നിമിത്തം എന്ന അംഗത്തെ സംഹിതാസ്കന്ധത്തിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഗണിതസ്കന്ധം എന്നുള്ളതിനെ നമ്മൾ എന്ത് പറഞ്ഞു? സിദ്ധാന്തസ്കന്ധം എന്ന് പറഞ്ഞു. ഈ ഗണിതത്തിനെ തന്ത്രം എന്ന ശബ്ദം കൊണ്ടും പറയാറുണ്ട്. ഇനി ജ്യോതിഷ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരെയും പറ്റി പറയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 18 മഹർഷിമാരുണ്ട്, ജ്യോതിശാസ്ത്ര പ്രവർത്തകരായിട്ടുള്ള 18 മഹർഷിമാരുണ്ട് എന്ന് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സൂര്യ, പിതാമഹോ, വ്യാസോ, വസിഷ്ഠോത്രി, പരാശര എന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി ജ്യോതിഷശാസ്ത്രത്തിനെ സംഹിത, ഹോര, സിദ്ധാന്തം എന്നിങ്ങനെ 3 സ്കന്ധങ്ങളായിട്ട് തിരിച്ചു. അപ്പോൾ ഓരോ സ്കന്ധങ്ങളിലും വരുന്ന ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരുമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഗ്രന്ഥകാരന്മാരും പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ
സിദ്ധാന്ത ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഗ്രന്ഥം പറയാം, പിന്നെ ഗ്രന്ഥകാരൻ പറയാം. സൂര്യസിദ്ധാന്ത അതൊരു ആർഷഗ്രന്ഥമാണ്. 2 ആര്യഭട്ടീയം ആര്യഭട്ട ശിഷ്യധീവൃദ്ധതന്ത്രം ലല്ലാചാര്യ. പഞ്ചസിദ്ധാന്തിക വരാഹമിഹിര. ബ്രഹ്മസ്ഫുടസിദ്ധാന്ത ബ്രഹ്മഗുപ്ത. രാജമൃഗാംഗം ഭോജ സിദ്ധാന്തശേഖര ശ്രീപതി. കരണപ്രകാശ ബ്രഹ്മദേവ ഭാസ്വതീശതാനന്ദ. സിദ്ധാന്തശിരോമണി ഭാസ്കരാചാര്യ. സിദ്ധാന്തദർപ്പണ സാമന്തചന്ദ്രശേഖര. ഗൃഹലാഘവം ഗണേശദൈവജ്ഞ. സിദ്ധാന്തതത്വവിവേക കമലാകര. ലീലാവതി ഭാസ്കര. ചാപീയത്രികോണഗണിതം നീലാംബര. ഇത്രയും സിദ്ധാന്ത ഗ്രന്ഥങ്ങളെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഹോരാ ഗ്രന്ഥങ്ങൾ നോക്കാം. ബൃഹജ്ജാതകം വരാഹമിഹിര. ഹോരാരത്നം ബലഭദ്ര. ജാതകപാരിജാതഃ വൈദ്യനാഥഃ. താജികനീലകണ്ഠീ നീലകണ്ഠഃ. ഭാവകുതൂഹലം ജീവനാഥഃ. ജാതകാലങ്കാരः ഗണേശः. ജാതകപദ്ധതിः കേശവः. ലഘുപാരാശരി പരാശരः. സാരാവലി കല്യാണവർമ്മ. ഇനി സംഹിതാഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ഗർഗസംഹിത ആർഷഗ്രന്ഥമാണ്. വസിഷ്ഠസംഹിത വസിഷ്ഠഃ. ഭൃഗുസംഹിത ഭൃഗുഃ. കശ്യപസംഹിത കശ്യപഃ. നാരദസംഹിത നാരദഃ. ബൃഹത്സംഹിത വരാഹമിഹിരः. രമലനവരത്നം പരമസുഖഃ. മുഹൂർത്തമാർത്തണ്ഡഃ നാരായണഃ. മുഹൂർത്തചിന്താമണി രാമദൈവജ്ഞഃ. നരപതിജയചര്യാസ്വരോദയഃ നരപതിഃ. ഇത്രയും ഗ്രന്ഥങ്ങളെ കൊടുത്തിരിക്കുന്നു. ഏതദ്ഭിന്നാം അന്യേഷാം കേഷാഞ്ചന പ്രസിദ്ധ ജ്യോതിർവിദ നാമാനി കൃതേശ്ച. ഇനി ഇതുകൂടാതെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പേരും ആചാര്യന്മാരുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് എന്തായാലും ഓർമ്മയിൽ നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാം. ഒരുപാടെണ്ണം ഉണ്ട്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് രാശിപരിചയ. രാശിപരിചയം അതാണ്. രാശിർനാമ സമൂഹ. ക്ഷേത്രം ഗൃഹം ഋക്ഷം ഭവനം ചേത്യാദയഃ തസ്യ പര്യായാः. സമ്പൂർണ്ണബ്രഹ്മാണ്ഡേ 360 ഡിഗ്രി പരിമിതമേകം ഭജക്രം വിദ്യത്തെ. യസ്മിൻ 12 രാശയः സന്തി. യഥാ മേഷः വൃഷः മിഥുനः കർക്കടകः സിംഹः കന്യാ തുലാ വൃശ്ചികः ധനുः മകരः കുംഭः മീനശ്ച. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു രാശിചക്രം എന്ന സങ്കല്പം ഉണ്ടാവുന്നത്. അതായത് ഇവിടെ കാണുന്ന ഗോളം അതൊരു ആകാശം, നമുക്ക് ആകാശത്തിനെ ഒരു ഗോളമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ഗോളത്തിനുള്ളിൽ ഇവിടെ ഗോൾഡൻ കളറിലൊരു ബെൽറ്റ് കിട്ടിയേക്കാണ്. ഭൂമിക്ക് ചുറ്റും ഒരു ബെൽറ്റ്. അപ്പോൾ ആ ബെൽറ്റിലൂടെയാണ് ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. അതായത് സാങ്കല്പികമായിട്ടുള്ളൊരു ബെൽറ്റാണ്. നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ബെൽറ്റിന് ചുറ്റുമായിട്ട് ആ ഒരു രീതിയിലാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ബെൽറ്റിനെ രാശിചക്രം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വൃത്തം, ഈ രാശിചക്രം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിനെ 12 രാശികളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മേഷഃ വൃഷഃ മിഥുനഃ കർക്കടകഃ സിംഹഃ കന്യാ തുലാ വൃശ്ചിക ധനു മകര കുംഭ മീന, ഇങ്ങനെ 12 രാശികളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഏതേഷു വിഷമോദയരാശയഃ മകരാത് മിഥുനപര്യന്തം ഷഡ്രാശയഃ സമോദയാശ്ച കർക്കാത് ധനുപര്യന്തം ഷഡ്രാശയോ ഭവന്തി. മകരം മുതൽ മിഥുനം വരെയുള്ള രാശികൾ വിഷമോദയ രാശികളാണ്. കർക്കിടകം മുതൽ ധനു വരെയുള്ള രാശികൾ സമോദയ രാശികളാണ് എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഓരോ ഈ
ഈ രാശി ചക്രത്തെ കാലപുരുഷനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ കാലപുരുഷൻ്റെ അംഗങ്ങളാണ് ഓരോ രാശികളും എന്ന് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അംഗങ്ങൾ എന്നിവിടെ പറയുന്നു. യഥാ മേഷരാശി മസ്തകം, വൃഷരാശി മുഖം, മിഥുനരാശി വക്ഷസ്ഥലം, കർക്കരാശി ഹൃദയപ്രദേശ, സിംഹരാശി ക്രോഡസ്ഥാനം, കന്യാരാശി കടിസ്ഥലം, തുലാരാശി നാഭിലിംഗയോർമധ്യഭാഗः, വൃശ്ചികരാശി ലിംഗാദി ഗുപ്താംഗാനി, ധനുരാശി ജാനുഃ, മകരരാശി ജംഘദ്വയം, കുംഭരാശി ഉദരസ്യ ആഭ്യന്തരീണഭാഗः, മീനരാശി പാദദ്വയം എന്നിങ്ങനെ മുൻപ് ബൃഹജ്ജാതകം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഓരോ രാശികളുടെയും രൂപങ്ങളും മുൻപ് പറഞ്ഞതാണ്. മത്സ്യദ്വയാകാരഃ മീനരാശി, ഘടധാരക പുരുഷസ്യാകാരഃ കുംഭരാശി, സ്ത്രീപുരുഷയോः യുഗളചിത്രം മിഥുനരാശി. അത്ര പുരുഷസ്യ ഹസ്തേ ഗദ തഥാ സ്ത്രിയः ഹസ്തേ വീണാ വർത്തते. ധനുർധാരി പുരുഷസ്യാകാരോ ധനുഃ. അത്ര പുരുഷസ്യ കടിപ്രദേശാദ് അധോഭാഗः അശ്വാകാര, ഊർധ്വഭാഗശ്ച പുരുഷാകാരः. മകരരാശി മകരസദൃശോ വർത്തते. അത്ര തസ്യ മുഖം ഹരിണസദൃശം. തുലാരാശേः സ്വരൂപം തുലാധാരി പുരുഷസ്യ. കന്യാരാശേः സ്വരൂപം ബാലികായാ അസ്തെ. അത്ര ബാലിക. അത്ര യസ്യ ഏകസ്മിन् ഹസ്തേ അഗ്നിः അന്യസ്മിन् ച അന്നം വർത്തते. തഥാ ച സാ നാവുപരി ഉപവിഷ്ടാ ഭവതി. മേഷരാശേः മേഷ ഇവ, വൃഷരാശേः വൃഷ ഇവ, കർക്കസ്യ കർക്ക ഇവ, സിംഹസ്യ സിംഹ ഇവ, തഥാ ച വൃശ്ചികസ്യ വൃശ്ചിക ഇവ സ്വരൂപം വർത്തते. അപ്പോൾ ഓരോ രാശികളുടെയും രൂപം ആകൃതി എങ്ങനെയാണ് എന്നുള്ളതും ബൃഹജ്ജാതകത്തിൽ നോക്കിയതാണ്. അതുപോലെ ബൃഹജ്ജാതകത്തിൽ പറയുന്നു രാശീനാം യവനനാമാനി. ഈ രാശികളുടെയൊക്കെ ഗ്രീക്ക് നാമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ക്രിയദാപുരി ജിതുമ കുലീര ലേയ പാഥോന ജൂക കൗറുപ്യാഖ്യാഹ, തൗക്ഷിക ആകോകേരോ ഹൃദ്രോഗശ്ചാന്ത്യഭശ്ചേദ്ധം എന്ന് പറയുന്നു. അർത്ഥാത് ക്രിയഃ മേഷസ്യ, താപുരിഃ വൃഷസ്യ, ജിതുമഃ മിഥുനസ്യ, കുലീരഃ കർക്കസ്യ, ലേയഃ സിംഹസ്യ, പാഥോനഃ കന്യായാः, ജൂകഃ തുലായാः, കൗർപ്പിः വൃശ്ചികസ്യ, തൗക്ഷികഃ ധനോः, ആകോകേരः മകരസ്യ, ഹൃദ്രോഗഃ കുംഭസ്യ, അന്ത്യഭശ്ച മീനസ്യ നാമാന്തരമസ്തി. യവനനാമങ്ങൾ അത് പറഞ്ഞതാണ് മുമ്പ്. മേടത്തിൻ്റെ ക്രിയഃ എന്നാണ്, ഇടവത്തിൻ്റെ താപുരിഹി എന്നാണ്, മിഥുനത്തിൻ്റെ ജിതുമഹ എന്നാണ്, കർക്കടകത്തിൻ്റെ കുലീരഹ എന്നാണ്, ചിങ്ങത്തിൻ്റെ ലേയഹ എന്നാണ് എന്നൊക്കെ മുൻപ് പറഞ്ഞതാണ്. ഇനി ഓരോ രാശികളുടെയും ജാതി, സംജ്ഞ, തത്വം, സ്വാമിത്വം, സ്ഥാനം, പ്രകൃതി, വർണ്ണം, സ്വഭാവം ഇതൊക്കെ പറയാൻ പോവാണ്. ആദ്യം പറയുന്നു മേഷഃ പുരുഷജാതി. മേടത്തിൻ്റെ ജാതി പറയാണ്, പുരുഷജാതിയാണ് മേടം. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ അത് ഫലപ്രവചനത്തിന് വേണ്ടിയിട്ടും അത് ജ്യോതിഷ പ്രക്രിയകൾ അറിയുന്നവർക്ക് അറിയുന്ന വിഷയങ്ങളാണ്. അപ്പോൾ മേടത്തിൻ്റെ ജാതി എന്താണ്? മേഷത്തിൻ്റെ ജാതിയാണ് പുരുഷജാതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പട്ടികയിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് പുരുഷജാതിയുള്ള രാശികൾ, ഏതൊക്കെയാണ് സ്ത്രീജാതിയുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പട്ടിക നോക്കിയിട്ട് പുരുഷജാതിയുള്ള രാശികളെ ഏതൊക്കെയാണെന്ന് നോക്കാം. മേഷഃ മേടം, മിഥുനഃ മിഥുനം, സിംഹഃ ചിങ്ങം, തുലാം, ധനുഃ, കുംഭഃ. ഇത്രയും രാശികളാണ് പുരുഷ ജാതിയിലുള്ള രാശികൾ. അപ്പോൾ ഏതൊക്കെയാണ് പുരുഷജാതിയിലുള്ള രാശികളെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം ഒന്നിടവിട്ടിട്ടാണ് ഇവിടെ പറയുന്നത്. മേടം പുരുഷജാതിയാണെങ്കിൽ ഇടവം സ്ത്രീജാതിയാണ്. മിഥുനം പുരുഷജാതിയാണെങ്കിൽ കർക്കടകം സ്ത്രീജാതിയാണ്. സിംഹ പുരുഷജാതിയാണെങ്കിൽ കന്യ സ്ത്രീജാതിയാണ്.
തുലാം പുരുഷജാതിയാണെങ്കിൽ വൃശ്ചികം സ്ത്രീജാതിയാണ്. ധനു പുരുഷജാതിയാണെങ്കിൽ മകരം സ്ത്രീജാതിയാണ്. കുംഭം പുരുഷജാതിയാണെങ്കിൽ മീനം സ്ത്രീജാതിയാണ്. അപ്പോൾ മേടം പുരുഷജാതിയാണെന്ന് ഓർത്തു വെച്ചാൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഇനി മേടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചരസംജ്ഞക, ചരസംജ്ഞയുള്ള രാശിയാണ് മേടം രാശി. അപ്പോൾ നമുക്ക് നോക്കാം ചരസംജ്ഞയുള്ള ബാക്കി ഏതൊക്കെ രാശികളാണുള്ളത് എന്ന് നോക്കാം. മേടത്തിന് ചരസംജ്ഞയുണ്ട്, പിന്നെ കർക്കിടകത്തിന് ചരസംജ്ഞയുണ്ട്, തുലാത്തിന് ചരസംജ്ഞയുണ്ട്, മകരത്തിന് ചരസംജ്ഞയുണ്ട്. അപ്പോൾ ഈ ചരസംജ്ഞ മനസ്സിലാക്കാനും ഒരു എളുപ്പവഴിയുണ്ട്. ഇവിടെ 2 ഇടവിട്ടിട്ടാണ് ചരസംജ്ഞ പറയുന്നത്. ഇതൊക്കെ പരീക്ഷാദൃഷ്ടിയിലാണ് കേട്ടോ പറയണത്. അപ്പോൾ മേടത്തിന് ചരസംജ്ഞ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് വരുന്ന 2 ചരസംജ്ഞ ഇല്ല. അതായത് വൃഷഹ, മിഥുനഹ, ഇതിന് ചരസംജ്ഞ ഇല്ല. അടുത്തതിനുണ്ട് കർക്കിടകത്തിന് ചരസംജ്ഞയുണ്ട്. ഇനി അടുത്ത 2 ഇല്ല. സിംഹ, കന്യ, ഇവയ്ക്ക് 2 ചരസംജ്ഞ ഇല്ല. തുലാത്തിനുണ്ട്. ഇനി വൃശ്ചികത്തിനും ധനുവിനും ചരസംജ്ഞയില്ല. മകരത്തിനുണ്ട്. കുംഭത്തിനും മീനത്തിനും ചരസംജ്ഞയില്ല. അപ്പോൾ ജാതി എങ്ങനെ ഓർത്തു വയ്ക്കാം, സംജ്ഞ എങ്ങനെ ഓർത്തു വയ്ക്കാം എന്നുള്ളത് പഠിച്ചു. ഇനി മേഷത്തിനെ പറ്റി പറയുന്നത് പൂർവദിശഃ സ്വാമി, കിഴക്ക് ഭാഗത്തിൻ്റെ സ്വാമിയാണ് മേടം എന്നുള്ളത്. അപ്പോൾ മേടം പൂർവദിശഃ സ്വാമി, കിഴക്ക് ദിക്കിൻ്റെ സ്വാമിയാണെങ്കിൽ വൃഷഭം എടവം ദക്ഷിണ ദിക്കിൻ്റെ സ്വാമിയാണ്. മിഥുനം പശ്ചിമ ദിക്കിൻ്റെ സ്വാമിയാണ്. കർക്കിടകം ഉത്തര ദിക്കിൻ്റെ സ്വാമിയാണ്. ചിങ്ങം വീണ്ടും പൂർവ്വ ദിക്കിൻ്റെ സ്വാമിയാണ്. കന്നി വീണ്ടും ദക്ഷിണ ദിക്കിൻ്റെ സ്വാമിയാണ്. തുലാം വീണ്ടും പശ്ചിമ ദിക്കിൻ്റെ സ്വാമിയാണ്. വൃശ്ചികം വീണ്ടും ഉത്തര ദിക്കിൻ്റെ സ്വാമിയാണ്. ഇനി അതേ ക്രമത്തിൽ തന്നെ ധനു പൂർവ്വ ദിക്കിൻ്റെ സ്വാമിയാണ്. മകരം അപ്പോൾ ആ രീതിയിൽ മകരം ദക്ഷിണ ദിക്കിൻ്റെ സ്വാമി, കുംഭം പശ്ചിമ ദിക്കിൻ്റെ, മീനം ഉത്തര ദിക്കിൻ്റെ സ്വാമിയാണ്. അപ്പോൾ ഇവിടെയും ഈ ദിക്കും ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ ക്രമത്തിലാണ് പോകുന്നത്. പൂർവം, ദക്ഷിണം, പശ്ചിമം, ഉത്തരം. അപ്പോൾ ആ ഓർഡറിൽ തന്നെ മേഷം പൂർവമെങ്കിൽ വൃഷഹ ദക്ഷിണം, മിഥുനം പശ്ചിമം, കർക്കിടക ഉത്തരം. ഇനി വീണ്ടും സിംഹ പൂർവം, കന്യാ ദക്ഷിണം, തുലാ പശ്ചിമം, അങ്ങനെ. അപ്പോൾ ദിക്കിൻ്റെ ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. പൂർവം, ദക്ഷിണം, പശ്ചിമം, ഉത്തരം. അപ്പോൾ ഓരോ ദിക്കിൻ്റെയും സ്വാമി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ജാതി എങ്ങനെ, ഏത് ജാതിയിൽപ്പെട്ട രാശിയാണെന്ന് എങ്ങനെ ഓർത്തു വയ്ക്കാം, ചരസംജ്ഞയുള്ളത് എങ്ങനെയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി പൂർവദിശഃ സ്വാമി, ഓരോ ദിക്കിൻ്റെയും സ്വാമി എന്നുള്ളത് എങ്ങനെ ഓർത്തു വയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് വർണ്ണമാണ്, ഓരോ രാശിയുടെയും വർണ്ണം. അപ്പോൾ മേഷഃ ക്ഷത്രിയ വർണ്ണഃ, മേടം എന്താണ്, ക്ഷത്രിയ വർണ്ണമുള്ള രാശിയാണ്. ഇവിടെ വർണ്ണം എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള വർണ്ണങ്ങളാണല്ലോ, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേടം എന്നുള്ളത് ക്ഷത്രിയ വർണ്ണത്തിലുള്ള രാശിയാണ്. അപ്പോൾ ഇടവമോ വൃഷഹ വൈശ്യവർണ്ണത്തിലുള്ള വൈശ്യ ആണ്, വൈശ്യവർണ്ണമാണ്. മിഥുനം ശൂദ്രനാണ്. കർക്കിടകം ബ്രാഹ്മണനാണ്. സിംഹം ക്ഷത്രിയനാണ്. കന്യ വൈശ്യനാണ്. തുലാം ശൂദ്രനാണ്. വൃശ്ചികം ബ്രാഹ്മണനാണ്. ധനു ക്ഷത്രിയനാണ്. മകരം വൈശ്യനാണ്. കുംഭം ശൂദ്രനാണ്. മീനം ബ്രാഹ്മണനാണ്. അപ്പോൾ ഇവിടെയും വർണ്ണങ്ങളുടെ ഓർഡർ മാത്രം ഓർത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏത് ഓർഡറിലാണ് പോകുന്നത്, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ. അപ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം അങ്ങനെയാണ്. വീണ്ടും ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ. അപ്പോൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം കിട്ടി. വീണ്ടും ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ. അപ്പോൾ ധനു, മകരം, കുംഭം, മീനം എന്നുള്ളത് കിട്ടി. അപ്പം അങ്ങനെ ഏത് വർണ്ണത്തിൽപ്പെട്ട രാശിയാണ് എന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം. ഇനി മേടത്തിനെ പറ്റി എന്ത് പറയുന്നു, പർവ്വതീയ പ്രദേശോ വിചാരണകർത്ത, പർവ്വതം പ്രദേശത്തെ പറ്റിയിട്ട് വിചാരം ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. പിന്നെ
മേഷ രജോ ഗുണയുക്ത, രജോ ഗുണത്തോടു കൂടിയതാണ് ആര്? മേഷ എന്ന് പറയുന്നു. ഇനി മേഷ കാന്തിഹീന, കാന്തിഹീനനാണ് മേഷം എന്ന് പറയുന്നു. അല്പസന്തതി എന്ന് പറയുന്നു മേഷം. പൃഷ്ഠോദയി എന്ന് പറയുന്നു. പൃഷ്ഠോദയി എന്ന് പറയുമ്പോൾ പൃഷ്ഠോദയി ആയിട്ടുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മേടം, എടവം, കർക്കടകം, ധനു, മകരം, ഇത്രയാണ്. മേടം, എടവം, കർക്കടകം, ധനു, മകരം, ഇവയാണ് പൃഷ്ഠോദയ രാശികൾ. അപ്പോൾ ഉഭയോദയ രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മിഥുനവും മീനവുമാണ്. ശീർഷോദയ രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിംഹ, കന്യ, തുലാം, വൃശ്ചികം, ധനു പൃഷ്ഠോദയമാണ്. ശീർഷോദയ രാശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം, ഇതാണ് ശീർഷോദയ രാശികൾ. അപ്പോൾ ഇനി വീണ്ടും മേടത്തിലേക്ക് വരാം. അഗ്നിതത്വയുക്തമാണ് മേഷം. അഗ്നിതത്വയുക്തമാണ് മേഷം. അപ്പോൾ ഓരോ രാശികൾക്കും ഓരോ തത്വമുണ്ട്. മേഷരാശിയുടെ തത്വമാണ് അഗ്നിതത്വം. അപ്പോൾ ഈ തത്വങ്ങൾ ഓരോ രാശിയുടെയും ഏതാണെന്നറിയാനും ഒരു ക്രമമുണ്ട്. അതായത് അഗ്നി, ഭൂമി, വായു, ജലം, ഇതാണ് ക്രമം. അഗ്നി, ഭൂമി, വായു, ജലം, പിന്നെയും അഗ്നി, ഭൂമി, വായു, ജലം. അതായത് മേടം അഗ്നിയാണെങ്കിൽ എടവം ഭൂമി, മിഥുനം വായുതത്വം, കർക്കിടകം ജലതത്വം, വീണ്ടും ചിങ്ങം അഗ്നിതത്വം, കന്നി ഭൂമിതത്വം, തുല വായുതത്വം, വൃശ്ചികം ജലതത്വം, വീണ്ടും ധനു അഗ്നിതത്വം, മകരം ഭൂമിതത്വം, കുംഭം വായുതത്വം, മീനം ജലതത്വം. ഇങ്ങനെ തത്വങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ മേടം രാശിയിലേക്ക് വീണ്ടും വരാം. മേടരാശിയുടെ സ്വാമിയാണ് മംഗള. മംഗളം എന്നുള്ള ഗ്രഹമാണ് മേടരാശിയുടെ സ്വാമി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മേടം രാശി എടുത്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നോക്കുന്നതിനോട് കൂടിയാണ് എങ്ങനെ മറ്റ് രാശികളുടെ ജാതി കണ്ടുപിടിക്കാം, എങ്ങനെ ചരസംജ്ഞ കണ്ടുപിടിക്കാം, എങ്ങനെ പൂർവദിശഃ സ്വാമി എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, ക്ഷത്രിയ വർണ്ണമാണോ ശൂദ്രവർണ്ണമാണോ എന്നിങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വൃഷഭ ഇടവം രാശിയിലേക്ക് നോക്കാം. ഇടവം രാശി സ്ത്രീ ജാതിയാണ്, ഓൾറെഡി പറഞ്ഞു. സ്ഥിരസംജ്ഞയുള്ളതാണ്. അതായത് മേടം രാശി ചരസംജ്ഞക എന്ന് പറഞ്ഞു. അപ്പോൾ ഇടവം രാശി സ്ഥിരസംജ്ഞയുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ചരസംജ്ഞ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു രണ്ടിടവിട്ട് പറഞ്ഞാൽ മതി. അതായത് മേടം ചരസംജ്ഞയുള്ളതാണെങ്കിൽ ഇടവവും മിഥുനവും ചരസംജ്ഞയുള്ളതല്ല, കർക്കിടകം ചരസംജ്ഞയുള്ളതാണ്. ചിങ്ങവും കന്നിയും ചരസംജ്ഞയുള്ളതല്ല, തുലാം ചരസംജ്ഞയുള്ളതാണ്. അങ്ങനെ രണ്ടിടവിട്ടാണ് ചരസംജ്ഞ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടിടവിടുമ്പോൾ അവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ സ്ഥിര ദിസ്വഭാവ, അങ്ങനെയുള്ള സംജ്ഞയാണ് അവിടെ വരുന്നത്. അതായത് മേടം ചരസംജ്ഞയുള്ളതാണെങ്കിൽ ഇടവം സ്ഥിരസംജ്ഞയുള്ളതാണ്, മിഥുനം ദിസ്വഭാവ സംജ്ഞയുള്ളതാണ്. പിന്നെ വീണ്ടും കർക്കിടകം ചരസംജ്ഞയുള്ളതാണ്, സിംഹ സ്ഥിരസംജ്ഞയുള്ളതാണ്, കന്നി ദ്വിസ്വഭാവമാണ്. പിന്നെ വീണ്ടും തുലാം ചരസംജ്ഞയുള്ളതാണ്, വൃശ്ചികം സ്ഥിരസംജ്ഞയുള്ളതാണ്, ധനു ദ്വിസ്വഭാവമാണ്. പിന്നെ വീണ്ടും മകരം ചരസംജ്ഞയുള്ളതാണ്, കുംഭം സ്ഥിരസംജ്ഞയുള്ളതാണ്, മീനം ദ്വിസ്വഭാവം എന്നുള്ള സംജ്ഞയുള്ളതാണ്. എന്നിങ്ങനെ സംജ്ഞകൾ മനസ്സിലാക്കാം. അപ്പോൾ ഇടവം എന്നുള്ളത് സ്ഥിരസംജ്ഞയുള്ളതാണ്, ഭൂമി തത്വമാണ്, അതും പറഞ്ഞു ഇങ്ങനെ തത്വം കണ്ടുപിടിക്കാം. ശീതള സ്വഭാവമാണ്, പിന്നെ കാന്തിരഹിതമാണ്, ദക്ഷിണ ദിക്കിൻ്റെ സ്വാമിയാണ്, അത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ദിക്ക് കണ്ടുപിടിക്കുക. പിന്നെ വാദപ്രകൃതിയാണ്, വാദപ്രകൃതിയാണ് വൃഷഭ ഇടവം രാശി. അപ്പോൾ ഈ പ്രകൃതി കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഈ പ്രകൃതിക്കൊരു ഓർഡർ ഉണ്ട്. പിത്തഃ വാതഃ ത്രിധാതുഃ കഫഃ. വീണ്ടും അതേ ഓർഡർ വരും. പിത്തഃ വാതഃ ത്രിധാതുഃ കഫഃ. വീണ്ടും അതേ ഓർഡർ വരും. പിത്തഃ വാതഃ ത്രിധാതുഃ കഫഃ. അപ്പോൾ എങ്ങനെ വരും? മേടം പിത്തമാണെങ്കിൽ
എടവം വാതം, മിഥുനം ത്രിധാതു, കർക്കിടകം കഫപ്രകൃതി. പിന്നെ വീണ്ടും ചിങ്ങം പിത്തപ്രകൃതി, കന്നി വാതപ്രകൃതി, തുലാം ത്രിധാതു പ്രകൃതി, വൃശ്ചികം കഫപ്രകൃതി. പിന്നെ വീണ്ടും ധനു പിത്തപ്രകൃതി, മകരം വാതപ്രകൃതി, കുംഭം ത്രിധാതു പ്രകൃതി, മീനം കഫപ്രകൃതി എന്നിങ്ങനെ പ്രകൃതികളെയും കണ്ടുപിടിക്കാം. ഇനി എടവം രാശിയുടെ കാര്യം പറയുമ്പോൾ രാത്രിബലി രാശിയാണ് എടവം രാശി. ഈ രാത്രിബലിയാണോ ദിവാബലിയാണോ എന്നിങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ അതിനൊരു ഓർഡർ ഉണ്ട്. ആദ്യത്തെ 4 രാശി 1, 2, 3, 4 ആദ്യത്തെ 4 രാശി രാത്രിബലിയാണ്. അപ്പോൾ മേടം, എടവം, മിഥുനം, കർക്കിടകം ഇത് 4ഉം രാത്രിബലിയാണ്. ഇനി അടുത്ത 4 ദിവാബലിയാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം 4 ദിവാബലിയാണ്. ഇനി അടുത്ത 2 രാത്രിബലിയാണ്. അപ്പോൾ ധനു, മകരം ഇത് രാത്രിബലിയാണ്. ഇനി അടുത്ത 2 ദിവാബലിയാണ്. അപ്പോൾ കുംഭം, മീനം ദിവാബലിയാണ്. അപ്പോൾ 4 രാത്രിബലി പ്ലസ് 4 ദിവാബലി പ്ലസ് 2 രാത്രിബലി പ്ലസ് 2 ദിവാബലി. ഇങ്ങനെയാണ് ഓരോ രാശികളുടെയും ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ എടവം എന്ന് പറയുന്നത് രാത്രിബലിയാണെന്ന് പറഞ്ഞു. ഇനി എടവം ചതുശ്ചരണവാൻ എന്ന് പറയുന്നു. ഇനി എടവം രാശി ശ്വേതവർണ്ണമാണെന്ന് പറയുന്നു. പിന്നെ എടവം രാശി മഹാശബ്ദകാരി എന്ന് പറയുന്നു. പിന്നെ ഈ രാശി വിഷമോദയി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മകരം തൊട്ട് മിഥുനം വരെയുള്ളവ വിഷമോദയ രാശികളാണ് എന്ന് പറഞ്ഞു. മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം 6 എന്താണ് വിഷമോദയിയാണ്. അപ്പോൾ എടവം രാശി വിഷമോദയിയാണ്. ഇനി മധ്യമസന്തതിയാണ്. ഇനി വൈശ്യവർണ്ണമാണ്. നമ്മൾ പറഞ്ഞു ക്ഷത്രിയവർണ്ണമാണോ ബ്രാഹ്മണവർണ്ണമാണോ വൈശ്യവർണ്ണമാണോ ശൂദ്രവർണ്ണമാണോ എന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞു. ശിഥില ശരീരശ്ചാസ്തി വൃഷഃ, ശിഥില ശരീരം കൂടിയുള്ളതാണ് വൃഷം. അയം രാശി അർദ്ധജലരാശിരിത്യപ്യുച്യത്തെ. പ്രകൃത്യായം സ്വാർത്ഥി സാംസാരികകാര്യേഷു ദക്ഷശ്ച ഭവതി. അനേന കണ്ഠമുഖകപോലാനാം വിചാരഃ ക്രിയത്തെ. അസ്യ സ്വാമി ശുക്രനാണ് എടവം രാശിയുടെ സ്വാമിയായിട്ടുള്ളത്. ഇനി മിഥുനം രാശി പറയുകയാണെങ്കിൽ പശ്ചിമദിശഃ സ്വാമിയാണ്, വായുതത്വമാണ്, ശുക ഇവ ഹരിതവർണ്ണഃ തത്തേപോലെ പച്ച നിറമാണ്, പുരുഷരാശിയാണ്, ദുസ്വഭാവ രാശിയാണ്, വിഷമോദേയിയാണ്, ഉഷ്ണഃ ശൂദ്രവർണ്ണമാണ്, മഹാശബ്ദകാരിയാണ്, ദിനബലിയാണ്, മധ്യമസന്തതിയാണ്, ശിഥില ശരീരമാണ്. ഇതാണ് മിഥുനം. പ്രകൃത്യായം വിദ്യാധ്യേനി ശില്പി ച അനേന ഹസ്തശരീരസ്കന്ധബാഹൂനാം വിചാരഃ ക്രിയത്തെ. അസ്യ സ്വാമി ബുധനാണ് ഈ രാശിയുടെ സ്വാമി. ഇനി കർക്കടകം എടുത്തു കഴിഞ്ഞാൽ ചരസംജ്ഞയുള്ള രാശിയാണ്, സ്ത്രീജാതിയാണ്, സൗമ്യനാണ്, കഫപ്രകൃതിയാണ്, ജലചാരിയാണ്, സമോദയിയാണ്, രാത്രിബലിയാണ്, ഉത്തരദിശഃ സ്വാമിയാണ്, രക്തധവള മിശ്രിത വർണ്ണമാണ്, ബഹുചരണസ്തഥാ സന്താനവാൻ കർക്കഃ. അസ്യ പ്രാകൃതികസ്വഭാവാः സാംസാരികോന്നതൗ പ്രയത്നശീലത, ലജ്ജ, കാര്യസ്ഥൈര്യം, സമയാനുയായിതാ ച. അനേന ഉദരവക്ഷസ്ഥലഗുദാനാം വിചാരഃ ക്രിയത്തെ. അസ്യ സ്വാമി ചന്ദ്രമ. ഇതിൻ്റെ സ്വാമി ചന്ദ്രനാണ്. ഇനി അടുത്തത് സിംഹഃ, ചിങ്ങൻ രാശിയാണ്. പുരുഷജാതി, സ്ഥിരസംജ്ഞകഃ, അഗ്നിതത്വഃ, ദിനബലി, പിത്തപ്രകൃതി, പീതവർണ്ണഃ, ഉഷ്ണസ്വഭാവഃ, പൂർവദിശഃ സ്വാമി, പുഷ്ടശരീരഃ, ക്ഷത്രിയവർണ്ണഃ, അല്പസന്തതിഃ, ഭ്രമണപ്രിയഃ, നിർജ്ജലശ്ചാസ്തി സിംഹഃ. പ്രകൃത്യായം മേഷരാശിരിവ ഭവതി തഥാ ച വിശേഷതയാ അസ്മിൻ
उदारतादिगुणाः विद्यन्ते अनेन हृदयस्य विचारः क्रियते अस्य स्वामी सूर्यः भवति ഇനി കന്നിരാശി എടുത്തു കഴിഞ്ഞാൽ പിങ്കളവർണ്ണഃ സ്ത്രീജാതിഃ ദ്വിസ്വഭാവഃ ദക്ഷിണദിശഃ സ്വാമി രാത്രിബലി വായുശീതപ്രകൃതിഃ പൃഥ്വീതത്വം അല്പസന്തതിഃ ഭവതി കന്യാരാശിഃ. ഇനി തുലാം രാശി എടുത്തു കഴിഞ്ഞാൽ പുരുഷജാതിഃ ചരസംജ്ഞകഃ വായുതത്വഃ പശ്ചിമദിശഃ സ്വാമി അല്പസന്തതിഃ ശ്യാമവർണ്ണഃ ശീർഷോദയീ ശൂദ്രസംജ്ഞകഃ ദിനബലി ക്രൂരസ്വഭാവः പാദജലരാശിർഭവതി തുലാരാശിः. പ്രകൃത്യായം വിചാരശീലः ജ്ഞാനപ്രിയः കാര്യസമ്പാദകः രാജനീതിജ്ഞശ്ച അനേന നാഭിതോധോഭാഗസ്യ വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ശുക്രः. ഇനി വൃശ്ചികം രാശി സ്ഥിരസംജ്ഞകः ശുഭ്രവർണ്ണः സ്ത്രീജാതിः ജലതത്വः ഉത്തരദിശഃ സ്വാമി രാത്രിബലി കഫപ്രകൃതിः ബഹുസന്തതിः ബ്രാഹ്മണവർണ്ണः അർദ്ധജലരാശിർഭവതി വൃശ്ചികः. അയം പ്രകൃത്യാ ദംഭി ദൃഢപ്രതിജ്ഞഃ സ്പഷ്ടവാദി നിർമ്മലശ്ച അനേന ശരീരസ്യോച്ഛാദായാः തഥാ ജ്ഞാനേന്ദ്രിയസ്യ വിചാരः ക്രിയത്തെ അസ്യ സ്വാമി മംഗളഃ. ഇനി ധനുരാശി എടുത്തു കഴിഞ്ഞാൽ പുരുഷജാതിഃ കാഞ്ചനവർണ്ണഃ ദ്വിസ്വഭാവः ക്രൂരസംജ്ഞകः പിത്തപ്രകൃതിः ദിനബലി പൂർവദിശഃ സ്വാമി ദൃഢശരീരः അഗ്നിതത്വः ക്ഷത്രിയവർണ്ണः അല്പസന്തതിः അർദ്ധജലരാശിശ്ച ധനുഃ. അയം പ്രകൃത്യാ അധികാരപ്രിയः കരുണാമയः മര്യാദായ ഇച്ഛുകശ്ച വർത്തത്തെ അനേന പാദസ്യ സന്ധിസ്ഥലാനാം തഥാ ച ജാനോः വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ബൃഹസ്പതിः. അടുത്തത് മകരം ചരസംജ്ഞകः സ്ത്രീജാതിः പൃഥ്വീതത്വः വാതപ്രകൃതിः പിങ്കളവർണ്ണः രാത്രിബലി വൈശ്യവർണ്ണः ശിഥിലശരീരः ദക്ഷിണദിശः സ്വാമി ഭവതി മകരः. അയം പ്രകൃത്യാ ഉച്ചദശാഭിലാഷി ഭവതി അനേന ജംഘോരുസന്ധേः വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ശനിഃ. അടുത്തത് കുംഭഃ പുരുഷജാതിः സ്ഥിരസംജ്ഞകः വായുതത്വः വിചിത്രവർണ്ണः ശീർഷോദയः അർദ്ധജലः ത്രിദോഷപ്രകൃതിः ദിനബലി പശ്ചിമദിശഃ സ്വാമി ഉഷ്ണസ്വഭാവः ശൂദ്രവർണ്ണः ക്രൂരസ്തഥാ മധ്യമസന്തതിർഭവതി കുംഭः. പ്രകൃത്യാ അയം വിചാരശീലः ശാന്തചിത്തः ധർമ്മവീരः പ്രതിഭാസമ്പന്നശ്ച ഭവതി അനേന ഉദരസ്യ ആഭ്യന്തരീണഭാഗസ്യ വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ശനിഃ. അവസാനത്തെ മീനഃ ദുസ്വഭാവः സ്ത്രീജാതിः കഫപ്രകൃതിः ജലതത്വः രാത്രിബലി വിപ്രവർണ്ണः ഉത്തരദിശഃ സ്വാമി ജലരാശിः പിങ്കളവർണ്ണശ്ച ഭവതി മീനഃ. പ്രകൃത്യാ അയമുത്തമः ദയാലുः ദാനശീലശ്ചാസ്തി അനേന പാദസ്യ വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ബൃഹസ്പതിः. എന്നിങ്ങനെ 12 രാശികളെയും പറ്റി പറഞ്ഞു. അപ്പോൾ ഓരോ രാശികളുടെയും സ്വാമികൾ അത് മനസ്സിലാക്കാനായിട്ടൊരു എളുപ്പ മാർഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നു മേഷവൃശ്ചികയോः മംഗളഃ വൃഷതുലയോः ശുക്രः കന്യാമിഥുനയോः ബുധः കർക്കടകസ്യ ചന്ദ്രമാ സിംഹസ്യ സൂര്യः ധനുമീനയോः ബൃഹസ്പതിः മകരകുംഭയോശ്ച ശനിഃ ഇതി 12 രാശീനാം സ്വാമിനോ ഭവന്തി. എന്നിങ്ങനെ രാശികളുടെ സ്വാമികളെയും പറയുന്നു. ഇനി രാശീനാം ഷഡ്വർഗവിചാരः. സർവേഷാം രാശീനാം ഷഡ്വർഗാः ഭവന്തി. എല്ലാ രാശികൾക്കും ഷഡ്വർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഷഡ്വർഗങ്ങൾ? ലഗ്നഃ ഹോര ദ്രേഷ്കാണഃ നവാംശഃ ദ്വാദശാംശഃ ത്രിംശാംശശ്ചേതി. ലഗ്നം ഹോര ദ്രേഷ്കാണം നവാംശം ദ്വാദശാംശം ത്രിംശാംശം ഇങ്ങനെ 6 വർഗങ്ങളുണ്ട് ഓരോ രാശിക്കും. ഭചക്രേ വിദ്യമാന ഏകരാശി 30 അംശാത്മകോ ഭവതി. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സമ്പൂർണോയം രാശി ലഗ്ന ഇതി കഥ്യത്തെ. ഈ മുഴുവൻ രാശിയെ, അതായത് 30 ഡിഗ്രിയുള്ള ആ രാശിയെ എന്ന് പറയുന്നു ലഗ്നം എന്ന് പറയുന്നു. അസ്യ ഭാഗദ്വയം ക്രിയതേ ചേതേക ഹോര. ഈ 30 ഡിഗ്രിയുള്ള രാശിയെ 2ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ 15 ഡിഗ്രിയുള്ള ഒരു ഭാഗം, 15 ഡിഗ്രിയുള്ള മറ്റൊരു ഭാഗം. അപ്പോൾ അങ്ങനെയുള്ളതിനെ ഹോര എന്ന് പറയുന്നു. ഇനി ഈ രാശിയെ 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ അപ്പോൾ 10 ഡിഗ്രി 10 ഡിഗ്രി 10 ഡിഗ്രി അതിനെ ദ്രേഷ്കാണം എന്ന് പറയുന്നു. ഇനി ഒരു രാശിയെ
9 തിരിക്കുകയാണെങ്കിൽ അതിൽ ഒരംശത്തിനെ നവാംശം എന്ന് പറയുന്നു. ഇനി ഒരു രാശിയെ 12 ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിലൊരംശത്തെ ദ്വാദശാംശം എന്ന് പറയുന്നു. ഇനി ഒരു രാശിയെ 30 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിലൊരംശത്തെ ത്രംശാംശം എന്ന് പറയുന്നു. ഇങ്ങനെയാണ് 6 ഷഡ്വർഗ്ഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഏതൊക്കെയാണ് 12 രാശികൾ എന്ന് പറഞ്ഞു. ആ രാശികൾ കാലപുരുഷൻ്റെ ഏതൊക്കെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞു. രാശികളുടെ ആകാരം പറഞ്ഞു, എന്താണ് ആകൃതി എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആ രാശികളുടെ ഗ്രീക്ക് നാമങ്ങൾ എന്തൊക്കെയാണ്, ക്രിയ, താപുരി തുടങ്ങിയിട്ടുള്ള പറഞ്ഞു. പിന്നെ ഓരോ രാശികളുടെയും സ്വാമി ആരാണെന്ന് പറഞ്ഞു. പിന്നെ ഓരോ രാശിയും പുരുഷജാതിയാണോ സ്ത്രീ ജാതിയാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓരോ രാശിയുടെയും സംജ്ഞ ചരസംജ്ഞയുള്ളതാണോ സ്ഥിരസംജ്ഞയുള്ളതാണോ ദുസ്വഭാവ സംജ്ഞയുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഓരോ രാശികളുടെയും ദിക്കുകൾ പറഞ്ഞു. ഓരോ രാശിയും ഏത് വർണ്ണമാണ്, ക്ഷത്രിയാണോ വൈശ്യനാണോ എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ പിത്തപ്രകൃതിയാണോ വാതപ്രകൃതിയാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പൃഷ്ഠോദയ രാശിയാണോ ഉഭയോദയ രാശിയാണോ ശീർഷോദയ രാശിയാണോ എന്നുള്ളത് പറഞ്ഞു. രാത്രിബലിയാണോ ദിവാബലിയാണോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അഗ്നിതത്വമാണോ ഭൂമിതത്വമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സാമാന്യമായിട്ട് പറഞ്ഞു, പരീക്ഷാദൃഷ്ടിയിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.